ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. മോർണിംഗ്. സിന്ധു ബ്ലോഗ്സിന്റെ ഒരു ഒത്തിരി സന്തോഷം നിറഞ്ഞ ഒത്തിരി എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല, അത്രയും മനസ്സ് നിറഞ്ഞ ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. അളിയന്റെ അടുത്ത് പോയി കഴിഞ്ഞപ്പോ അളിയൻ ഗോപിയാണ് വരയ്ക്കുന്നത്. അവിടെ ചെന്നപ്പോ അളിയൻ നമ്മളെ ഗോപിയാക്കിയ അപ്പൊ ആ അളിയൻ ഗോപി വരയ്ക്കുന്ന കണ്ടോണ്ട് ഈ അളിയനും ഗോപി വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒത്തിരി സന്തോഷമായിരുന്നു. കുറെ പെട്ടെന്ന് സമയം കഴിഞ്ഞു. ഇച്ചിരി ഭയങ്കര പെരുമഴയാണ് പോലും നമുക്ക് സമയം എങ്ങനെ പോയെന്ന് അറിയത്തില്ല. അതെ, 4 ദിവസം ഉണ്ടായിരുന്നു. 4 ദിവസം എങ്ങനെ പോയെന്ന് അറിയത്തില്ല. കൃഷ്ണമോൾ കൂട്ടുന്നത് എങ്ങനെയാ വന്നൊന്നും കൂട്ടാൻ പറ്റത്തില്ല സിന്ധുവേ. പിന്നെ ഒരു ദിവസമല്ലേ ഉള്ളൂ, പിന്നെ പിറ്റേ ദിവസം 2 ദിവസമായിട്ടുള്ളൂ. വരുന്നതും പോകുന്നതും ദിവസം കൂട്ടാൻ പറ്റത്തില്ല. നമ്മൾ നിക്കണം. അത് തന്നെയല്ല എനിക്ക് എല്ലാവർക്കും അത് തന്നെ സത്യം. എനിക്കാണെങ്കിലും സത്യം പറഞ്ഞ എല്ലായിടത്തും ഞാൻ പോട്ടെ, എല്ലായിടത്തും പോകാൻ ഹാപ്പി ആയിട്ടൊക്കെ തിരിച്ചു പോകുന്നില്ല. പക്ഷെ എന്നാ പറഞ്ഞത് ഒരു ഭയങ്കര അവര് വന്ന് നമ്മളെ അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 10-30 കിലോമീറ്റർ പിന്നിട്ടിട്ടാണ് നമ്മൾ ബസ് സ്റ്റാൻഡിൽ വരുന്നുള്ളൂ. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ വന്ന് രാവിലെ ഞങ്ങളെ ബസ്സേ കയറ്റി, ഞങ്ങളെ പെട്ടിയും പ്രമാണവും എല്ലാം കയറ്റി വെച്ചു. ബസ്സേ കയറി അവർ രണ്ടുപേരും കൂടെ ബസ്സേ കയറി വന്നു. ബസ് വിടാറായപ്പോഴാണ് അവർ പോയത്. ഞാൻ പറഞ്ഞിട്ട് പൊക്കോന്ന് പറഞ്ഞിട്ട് അവര് നിന്ന് പെട്ടെന്ന് നമുക്കൊരു പെട്ടെന്നൊരു ഫീലിംഗ് എനിക്കുണ്ട്. പിന്നെ അവരൊക്കെ പോയി കഴിയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ സിന്ധു പൊട്ടി കരയുന്നുണ്ട്. ഞാൻ ചെന്നടി എന്നറിയോ, നമ്മുടെ ഓരോ അമ്മ പ്രസവിക്കണമെന്നില്ല കേട്ടോ. സത്യം പറയും, സ്നേഹം കാണുമ്പോൾ പറയാതിരിക്കാൻ. അതുപോലെ തന്നെ വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പണ്ട് ഈ അളിയൻ തന്നെ ഞങ്ങൾ വന്നപ്പോൾ ഞാനും വിഷ്ണുവും അമ്മുവും സിന്ധു എല്ലാം കൂടെ വന്ന് ട്രെയിനെ കയറ്റി വിട്ടു. ട്രെയിനെ പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് വന്നപ്പോൾ ഇതിന് പുള്ളി കരഞ്ഞു. സത്യം ഇന്ന് ഞാൻ ഓടിച്ചു പെട്ടെന്ന് മനസ്സിലായി. അതെ അതെ, എന്നാ പറച്ചിൽ പറഞ്ഞാലും കേട്ടോ, ദൈവമായിട്ട് തന്ന ഒരു കൂടപ്പറമ്പുകൾ തന്നെയാണ് കേട്ടോ. സത്യമായിട്ടും ആ കുഞ്ഞാണേലും അത്തേ കൂടെ എനിക്കറിയത്തില്ല എന്നാ അങ്ങനെ ചേർത്ത് പിടിക്കാൻ ഒരുപാട് ആൾക്കാരില്ലേ. ഇപ്പം ഒരുപാട് ആൾക്കാർ നമ്മുടെ സബ്സ്ക്രൈബർ എല്ലാം നമ്മളെ ചേർത്ത് പിടിക്കുന്നത്. പിന്നെ 1-2 വീടുകളിൽ നമ്മൾ പോകുന്നതല്ലാണ്ട് നമുക്ക് എല്ലാ വീട്ടിലും വരണമെന്നും അറിയത്തില്ല. അപ്പം അത് നിങ്ങൾ എല്ലാവരും വീട്ടിൽ വന്ന പോലെ തന്നെ കണക്കാക്കുന്ന നമ്മൾ ഏതെങ്കിലും വീട്ടിൽ പോയാൽ അത് നമ്മുടെ എല്ലാവരുടെയും വീട് പോലെ നിങ്ങൾ കണക്കാക്കണം. അല്ല അവരെ വീട്ടിൽ പോയി എൻ്റെ വീട്ടിൽ വന്നില്ല, അങ്ങനെ ഒരിക്കലും വേർതിരിവ് ഉണ്ടാക്കരുത്. നമ്മളെല്ലാം ഒരു കുടുംബമാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു വീടേ ഉള്ളൂ, ഒരു കുടുംബമേ ഉള്ളൂ. അപ്പം നമ്മളെല്ലാവരും ഒരമ്മ പെറ്റ മക്കൾ പലതായിട്ട് ചിഹ്നിച്ചതറി പല സ്ഥലങ്ങളിൽ കിടക്കുന്നു എന്നേ ഉള്ളൂ. അപ്പം നമ്മളെല്ലാവരും കൂടെ പിന്നെ മെസ്സേജിനകത്തൂടെയാണെങ്കിലും വാട്സാപ്പിനകത്തൂടെയാണെങ്കിലും ഫോണിനകത്തൂടെ എല്ലാവരും സംസാരിച്ചും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ബന്ധം നിൽക്കുന്നത്. അതെ അതെ. പിന്നെ ഞാൻ ഇന്നലെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ചേട്ടായുടെ ബർത്ത്ഡേ ഇത് പിന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായി. എനിക്ക് അതിനകത്ത് ബസ്സിൽ ഇരുന്നാണ് കേട്ടോ. കാരണം അവിടുന്ന് പോരുന്നതിൻ്റെ ആ ഇതും ടെൻഷനും സങ്കടവും ഒക്കെ, കാരണം ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുന്ന കാര്യം പറഞ്ഞത് ബസ്സിൽ ഇരുന്നാണ്. അപ്പം നെറ്റ് കുറവായതുകൊണ്ട് ഞാൻ ഒരു സെൻറ്റൻസ് മാത്രം എഴുതിയിട്ട് അങ്ങോട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടു കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ചേട്ടായി എന്ന് പറഞ്ഞിട്ട് അത്രേ ഇട്ടുള്ളൂ. പക്ഷെ നിങ്ങളെല്ലാവരും തന്നെ ഒത്തിരി പറഞ്ഞിട്ടുണ്ടോ. വാട്സപ്പ് നിറച്ച് മെസ്സേജുകളുണ്ട് കേട്ടോ. മറ്റേ യൂട്യൂബിന്റെ ഫോണിൽ ഞാൻ നോക്കിയിട്ടില്ല, നോക്കാൻ പറ്റിയിട്ടില്ല. എല്ലാവരോടും ഒത്തിരി സന്തോഷം, ഒത്തിരി സ്നേഹം. എന്നും ഈ സ്നേഹം ഇങ്ങനെ തന്നെ നമ്മുടെ ഈ ബർത്ത്ഡേ ആഘോഷിക്കേണ്ട ഇല്ലാന്ന് തന്നെ ഞാൻ നേരത്തെ സിന്ധുവിനടുത്ത് പറഞ്ഞത്. അതെ, ബർത്ത്ഡേ ഒന്നും ആഘോഷം പരിപാടി ബർത്ത്ഡേ വേണ്ട, നമുക്ക് ആ കേക്കിന്റെ പൈസയോ എന്തെങ്കിലും നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഒരു പ്രായം കൂടുന്നത് നമ്മൾ ആഘോഷിക്കണ്ട, നമുക്ക് ആർക്കെങ്കിലും ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കൊടുക്കാം എന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. പണ്ട് തൊട്ടേ എൻ്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. അല്ല, നമ്മുടെ ജോസിയാണ്ടായിരുന്നു എൻ്റെ ബർത്ത്ഡേയുടെ നമ്മുടെ ജോസിയാന്റെ വീട്ടിൽ പോയത് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാന്നൊക്കെ ആയിരുന്നു ആഗ്രഹിച്ചത്. പക്ഷെ നമ്മൾ ഓർക്കാപ്പുറത്ത് നമുക്ക് അവിടെ വരെ പോകേണ്ടതായിട്ട് വന്നു. അപ്പൊ നമ്മൾ അവിടെയായിരുന്നു. നമ്മളെ വിളിച്ചു വരുത്തിട്ട് നമ്മളെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാ ചോദിച്ചാൽ നമുക്ക് ഒരുപാട് ഇത് തന്നിട്ടുണ്ട്, ഒരുപാട് നോട്ട്. എന്നുവെച്ചാൽ വർഷത്തിലൊരു പ്രാവശ്യം പറഞ്ഞു വന്നേ പറ്റുള്ളൂ. അത് വർഷത്തെ ഏത് ദിവസമാണോ അന്ന്, ഇപ്പം കൊച്ചിൻ്റെ പിറന്നാളാണോ അത് അങ്ങനെയുള്ള ഫംഗ്ഷൻ അങ്ങനെയൊന്നുമില്ല. വർഷത്തെ നിങ്ങൾ വന്നിരിക്കണം, ഇവിടെ ഒരാഴ്ച ഇവിടെ നിൽക്കണം. എന്നാൽ ഒരാഴ്ച നിങ്ങൾ വർഷത്തിൽ വന്നിരിക്കാൻ നിങ്ങൾ എപ്പോൾ വേണം പൊക്കൂ, അതല്ല ഇവിടെ പ്രശ്നം. നിങ്ങൾ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം തീർച്ചയായിട്ടും എല്ലാവരും എഗ്രിമെന്റ് വെക്കുന്ന പോലെ ഞങ്ങൾ പറഞ്ഞിട്ടാണ് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം വന്നേക്കാം
എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പൊ ഇത്രയ്ക്ക് അല്ലേ ഉള്ളൂ. പിന്നെ ദൂരം എന്ന് പറഞ്ഞിട്ട് നല്ല ദൂരമുണ്ട്, 7 മണിക്കൂറുണ്ട് നമുക്ക് ഇവിടുന്ന് ബസ് യാത്രയ്ക്ക്. അങ്ങോട്ട് പോകുമ്പോൾ സുഖം, അങ്ങോട്ട് പോകാൻ നമുക്ക് മനസ്സിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. തിരിച്ചു വരാൻ നമുക്ക് ഡൗൺ ആവും, നമുക്ക് അവരെ വിട്ട് പിരിഞ്ഞിട്ട് പോരുമ്പോ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അതെല്ലാം അങ്ങോട്ട് പോയപ്പോ 2 ബസ് കയറിയാൽ മതിയായിരുന്നു, ഇങ്ങോട്ട് വന്നപ്പോ 4 ബസ് കയറി. അപ്പോഴത്തേക്കും കാലിലൊക്കെ നീര് ഇച്ചിരി വേദനയും കാര്യങ്ങളൊക്കെ. എന്നാലും നമുക്ക് വീഡിയോ മസ്റ്റ് ആണ് അല്ലേ. പിന്നെ വേറെ കാര്യം, നമ്മൾ ഇങ്ങോട്ട് വന്നപ്പം നമ്മുടെ ദൈവാധീനം കൊണ്ട് മഴ പെയ്തു. അവിടെയൊക്കെ ബസ് സ്റ്റാൻഡൊക്കെ മുങ്ങിക്കിടക്കാൻ നിന്നൊക്കെ ബസ് സ്റ്റാൻഡെല്ലാം ക്ലിയർ ആയിരുന്നു, നമുക്ക് നടന്നു പോകാനും ഒക്കെ. അതുകൊണ്ട് തമിഴ്നാട് സർക്കാരല്ല JCBക്ക് അന്നേരം എല്ലാം മോഡയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി വെള്ളം പകർത്തി വിടും. മുങ്ങി കിടക്കത്തില്ല, ഇവിടുത്തെ നമ്മുടെ ഓരോ മുങ്ങി കിടക്കത്തൊന്നുമില്ല. അത് അന്നേരം വിടുവോ. നമ്മളവിടെ നിൽക്കുമ്പോൾ തന്നെ JCB വന്നില്ല. പക്ഷെ ഇങ്ങോട്ടേക്ക് വന്നപ്പോ മഴയൊന്നും ഇല്ലാണ്ട് കുഴപ്പമൊന്നും ഇല്ലാണ്ട് നമ്മൾ വീട്ടിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും അല്ല ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങളെ എന്നാ പറഞ്ഞത് ഞെട്ടിച്ച ഒരു സർപ്രൈസ് ആണ് കേട്ടോ. കിടക്കപ്പായ തന്നെ വിളിച്ച് ഞെട്ടിച്ചോണ്ട് പോയി ഞെട്ടിച്ചൊരു പരിപാടി. അത് ഞാൻ ഒരിക്കലും എനിക്ക് എന്റെ മനസ്സിൽ തൊട്ട് ഞാൻ സത്യമായിട്ട് പറയും, അല്ല ഞാൻ നുണയോ വീഡിയോ കയറാൻ എനിക്ക് ദൈവത്തിനാണ് എനിക്ക് അറിയത്തില്ലാത്ത കേസായിട്ട് കൂളിളക്കം, ഒരു ഭയങ്കര കൂളിളക്കമായി. എന്തായാലും എന്റെ കാര്യത്തിൽ സംഭവം നിൽക്കുന്നത് നിങ്ങൾ നേരെ പോയി വീഡിയോ കണ്ടോ, അതാ നല്ലതല്ലേ. അവിടെ എന്താ സംഭവിച്ചത്? പടക്കം പൊട്ടിച്ചു, എന്താ ചെയ്തത്, എന്നെ എടുത്ത് എന്താ സംഭവിച്ചത് നിങ്ങൾ എല്ലാവരും പോയി വീഡിയോ കാണണം. അപ്പം ഹാപ്പി ബർത്ത്ഡേ അറിയിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ 2 പേരെയും നന്ദി. അതെ, എന്നും ഈ സ്നേഹം ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. നമ്മുടെ പ്രതീക്ഷയില്ലല്ലോ. അപ്പൊ നമുക്ക് കണ്ണടയുന്നുണ്ട്, അതേ പറയാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയത്തില്ല. നമ്മുടെ കണ്ണടയുന്നവരെ നമുക്ക് എല്ലാവരുമായിട്ടൊരു സൗഹൃദം ഉണ്ടാകും. നമുക്ക് എല്ലാവരുമായിട്ട് നമുക്ക് ആരെങ്കിലുമൊക്കെ വീട്ടിൽ പോകാൻ പറ്റുമെങ്കിൽ നമ്മൾ പോകും, അവരുമായിട്ട് സത്യം പറയാലോ സഹകരിക്കും. കോഴിക്കോട് മഞ്ചേരിന്ന് ഒരു കൂട്ടർ നമ്മളെ വരാൻ വേണ്ടിയിരുന്ന കേട്ടോ. പക്ഷെ മഴ കൊണ്ട് പെട്ടുപോയി, അതുകൊണ്ട് പിന്നെ അവര് വരാതിരുന്നത് കേട്ടോ. എന്ന് നിർബന്ധിച്ചോണ്ടിരിക്കാം, വായു 4 മണിക്കൂർ എങ്ങാണ്ട് കാർ യാത്ര ചെയ്താൽ കാണാൻ ഞങ്ങൾ വരുവാന്ന് പറഞ്ഞു. എനിക്ക് ആ വരാനായിട്ട് ഒരുങ്ങി ഒരു പേരിട്ടേക്കുന്ന എന്താണെന്നറിയോ, നിധി. എനിക്ക് പേരിട്ടേക്കുന്ന ആങ്ങളെ നിധി. എനിക്ക് കമന്റ് എടുത്തൊക്കെ അങ്ങനെയാണ് കേട്ടോ. അപ്പൊ അവരെ ഓർത്തു കാണാൻ പറ്റിയില്ലെങ്കിൽ അവര് ഞങ്ങളെ വന്ന് കാണണം എന്നൊക്കെ ആഗ്രഹിച്ചാണ്. അടുത്ത പ്രാവശ്യം നിങ്ങൾ കാണാൻ ഇങ്ങോട്ട് വന്നാൽ നിങ്ങളുടെ കൂടെ ഞങ്ങൾ വന്ന് നിങ്ങളുടെ കൂടെ 2 ദിവസം അടിച്ചു പൊളിച്ച് നമ്മൾ ജീവിച്ച് അപ്പൊ നമുക്ക് എല്ലാവരും കൂടെ ഒന്നിച്ച് ഒരു നേരത്തെ ഭക്ഷണം ഉള്ളെങ്കിലും നമുക്ക് എല്ലാവരും കൂടെ പങ്കിട്ട് കഴിക്കാം. അങ്ങനെ അല്ല, നമുക്ക് വലിയവരോ ചെറിയവരോ ഒന്നുമില്ല. അപ്പൊ അവരെ ഈ സമയത്ത് ഓർത്ത് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മളെ സ്നേഹിക്കുന്നവരെ എല്ലാവരും നമ്മൾ ഓർക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ഫാമിലി മെമ്പേഴ്സിന് ഫുള്ള് ഫാമിലി മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇപ്പം നമ്മളെ വിളിക്കാനും നമുക്ക് അവരുടെ വീട്ടിൽ പോകാൻ എത്തത്തില്ല, പല സ്ഥലങ്ങളിൽ കിടക്കുന്നില്ല. എങ്കിലും നമ്മൾ പോകുമ്പോഴത്തേക്കും ഓരോരുത്തരും പറയും, അതിനെ ഞാൻ വരത്തില്ലായിരുന്നു, എൻ്റെ വീട്ടിൽ ഒരു ദിവസം കൊണ്ടുപോകത്തില്ലായിരുന്നു. അങ്ങനെ പറയുന്നത് തന്നെ ഭയങ്കര ഒരു ആത്മാർത്ഥതയുണ്ട്, അല്ലാതെ കള്ളവോ ചതിവോ അല്ല. അവരാ പറയുന്നതിനകത്തൊരു ആത്മാർത്ഥതയുണ്ട്, ആത്മാർത്ഥം മാത്രം മതി. അപ്പൊ എന്തായാലും ഇനി പറഞ്ഞു നീട്ടുന്നില്ല, നമുക്ക് ഓടിപ്പോയി വീഡിയോ കാണാം. ഭയങ്കര സർപ്രൈസ് ഒക്കെ കൊടുത്തോണ്ടിരിക്കുക കേട്ടോ ഇവിടെ. ഇത് സെറ്റ് കേക്ക് വെക്കാൻ മേടിച്ചിട്ടുണ്ട്. മതി കണ്ടോ, നമ്മള് അറിഞ്ഞില്ല കേട്ടോ, ഇപ്പഴാ അറിയുന്നേ സത്യത്തിൽ. സംഭവം വേണ്ട ഇവിടെ നല്ല എടുത്ത് കിട്ടി. അത് ഞാൻ നേരെ എടുത്തിട്ടുണ്ട്, അങ്ങനെ എടുത്തിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഓ എന്റെ ദൈവമേ, ഇതൊരു പൊളിയായി പോയി. ഇത് നമ്മളെ പ്രതീക്ഷിക്കാത്തൊരു പരിപാടിയാണ്, നമുക്ക് അറിയത്തില്ല. ബർത്ത്ഡേ അടുത്ത മാസമാണോ? ആണോ? അടുത്ത ദിവസമാണോ? എനിക്കറിയത്തില്ല. അത് ശരി, അതാണ് ചേട്ടാ ഈ സർപ്രൈസ് തരാൻ പറ്റിയ അളിയനും എല്ലാവർക്കും, മോക്കും എല്ലാവർക്കും, റീനയ്ക്കും എല്ലാവർക്കും. ചെറിയ കരച്ചിൽ വരുന്നുണ്ടോ? അതൊന്ന് കരഞ്ഞോ? സങ്കടം വരുന്നോ? എന്തായാലും ഫസ്റ്റിലെ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഇനി 1000 വർഷങ്ങൾ അളിയനെ സന്തോഷത്തോടെ ജീവിക്കും. അളിയനെ കൂടെ കുട്ടിക്കോ. കഴിഞ്ഞ പ്രാവശ്യം മറ്റേ അളിയന്മാരുണ്ടായിരുന്നല്ല,
ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയു. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ചേച്ചി വന്നിട്ട് ഞാൻ പിടിക്കാം. അത് കൈ കൊണ്ട് എടുത്തങ്ങ് കൊടുത്താൽ പോരെ, അതെന്നാ പിന്നെ പോത്തില്ലല്ലോ. ഓ ഇതൊരു ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി കേട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം ബർത്ത്ഡേക്ക് ഞാൻ ചേട്ടായി വന്നപ്പോഴത്തേനും എല്ലാവരെയും കൂടപ്പുറപ്പുകളെയും വീട്ടുകാരെയും എല്ലാം വിളിച്ച് ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് ചെയ്തു. അപ്പൊ ഈ പ്രാവശ്യം അടുത്ത അളിയത്തെ കൊണ്ട് ചെയ്തു. അളിയൻ എന്താ പറയുന്നത് കേട്ടോ. അപ്പം ഭയങ്കര സന്തോഷമായി, ഒത്തിരി സന്തോഷമായി കേട്ടോ. ഫാമിലി പ്ലേസിനില്ലേ കേട്ടോ. ഞാൻ മേടിക്കാം, ചേച്ചി പിടിച്ചു. അയ്യോ അത് ശരിയാണില്ല, ഞാൻ ഇന്നങ്ങനെ നിൽക്കുവല്ലേ. നമ്മളെ ഇവിടെ ഉള്ളവർക്ക് മാത്രം കൊടുത്തോളൂ, ബാക്കിയിരിക്കുന്ന എല്ലാം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനാണ് കേട്ടോ. അതെ, എന്താ ദൈവമേ. മാംഗോ ആണ്, മാംഗോ അൽഫോൺസ് മാംഗോ. നല്ല ഒരു ഫ്ലേവർ അല്ലേ. ഞാൻ ഇങ്ങനെ തൊട്ട് വെക്കുന്നു. ഇത് ദൈവമേ മതി. ഇതൊരു ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി കേട്ടോ. ഭയങ്കര ഇടപാടായിപ്പോയി കേട്ടോ. ചുമ്മാ അല്ല നമ്മളെ അപ്പൊ നമുക്കിനി അടുത്ത വർഷം ഇപ്പൊ വരുമല്ലോ. എന്റെ പോതേ മതി. ഇതൊരു ഭയങ്കര സംഭവമായി പോയി. ഇങ്ങനെ എല്ലാ മാസവും ചേട്ടാക്കി ബർത്ത്ഡേ ഉണ്ടായിരുന്നു. നല്ല ഞാൻ നോക്കട്ടെ കേട്ടോ. എന്ത് ദൈവമേ മതി. സൂപ്പർ ഡൈറ്റുകൾ. എനിക്ക് ഡയറ്റ് ആയിരുന്നു കേട്ടോ എപ്പോഴും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യം സത്യം. ഓ അടിപൊളി സൂപ്പർ. ഇല്ലാത്ത കളറുകളും നല്ല അടിപൊളി കേട്ടോ. ഒത്തിരി താങ്ക്സ്. അപ്പം എല്ലാവർക്കും ഓരോ ചക്കര മതി. ഈ ഉറക്കപ്പുറത്ത് ഇത് ഭയങ്കര ഒരു ഇടപാടായിപ്പോയി അല്ലേ. ഇല്ലാത്തടുത്ത് ഇതുപോലെ നമ്മള് അപ്പൊ തന്നെ പൊട്ടിക്കട്ടെ. ഇരുന്നോ? അപ്പൊ പൊട്ടിക്കണോ? ഇപ്പൊ പൊട്ടിക്കണോ? മോള് വല്ല പരിപാടി നടത്തിയിട്ടുണ്ടോ അറിയണമല്ലേ. ഇത് എപ്പോ ചെയ്തത്? എടി നമ്മൾ പുറത്തിരുന്നപ്പോ ഈ കൊച്ചിനെ കണ്ടില്ല കുറെ നേരം. ഞാൻ പറഞ്ഞില്ലേ കാരണം ഉറങ്ങുവാണോ ഞാൻ ചോദിച്ചായിരുന്നു. അവളങ്ങനെ പല ഇത് നോക്കും. അടിപൊളി ഓട്ടോ ഷർട്ടാ. ഇവിടെ ഷർട്ടാന്നാലും പറഞ്ഞ് ആ ശരി. ഓ ഷർട്ടാന്നൊക്കെ ചെക്കിയാണ്. അവളോട് എന്തോ പെറുക്കി വെച്ചിരിക്കാണ്. അയ്യോ അത് ക്യാമറ എല്ലാം കട്ട് ചെയ്തോളൂ കേട്ടോ. ആളെ കാണാൻ ആള് കാണും. അല്ല അവളിങ്ങനെ ഇതൊക്കെ ചെയ്തിട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഗിഫ്റ്റ് സാധാരണ അച്ഛന് കൊടുക്കാറൊക്കെ കാണുന്നത് അല്ലേ. ഒപ്പിച്ചതാണെന്ന് തോന്നുന്നു. ദൈവമേ ആണോ? പറഞ്ഞ അധികം പറഞ്ഞു പെട്ടുന്നാന്ന് എനിക്ക് തോന്നണേ. ഓർക്കാൻ പറ്റുന്നില്ലാണ്ടാ. മാറ്റിക്കാണോ? അല്ല ആ സൈഡിലോട്ട് കുളിക്കാൻ പറ്റുന്നില്ല. സൈഡിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അതാ പറഞ്ഞത് എന്തോ കാര്യമായിട്ട് വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. പലതും പറയും. അവിടെ എന്തോ ഒപ്പിച്ചാണെന്ന് എനിക്ക് തോന്നുന്നു. അറിയാം. തുള്ളൽ കഥയിൽ ഫലിതം പറയും, അത് കേട്ടാലും പരിഭവം പറയും. ഇത് എക്സിക്യൂട്ടീവ് ആയി പോയാ. ലൈറ്റ് പർപ്പിൾ കളർ അല്ലേ? ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഇതല്ലേ വാങ്ങിയുള്ളൂ. അതെ, അങ്ങനെ ഒരു വിഷമമാണ്.
സമയം വല്ല വളരെ വൈകി പോയി. അതെ. അതുകൊണ്ടാണ് അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. അറിഞ്ഞില്ല. അറിഞ്ഞെങ്കിൽ ഇതിലും വലിയ പ്ലാൻ ഇവിടെ ചെയ്യാം. അതെ, അതെ, അതെ. ചിലപ്പോ വേറെ വഴിയിൽ പോയേനെ. ഞാൻ കൊച്ചിനോട് ലാസ്റ്റ് മൂവ്മെന്റ് പോയി. നീ പറഞ്ഞതാ കുഴപ്പമില്ല. സത്യം ഞാൻ പറഞ്ഞു. പറഞ്ഞത് കുഴപ്പമില്ല. നല്ലൊരു സംഭവം. ആ നിമിഷം തന്നെ ഇവിടെ സമയം മകളും കൂടെ എല്ലാം സെറ്റ് ആക്കി വെച്ചു. ഞാനും ആഗ്രഹിച്ചായിരുന്നു കേട്ടോ. കാരണം ഇവരുടെ കൂടെ കഴിഞ്ഞ വർഷമൊക്കെ ഭയങ്കര ഇതായിരുന്നു അല്ലേ? കഴിഞ്ഞ വർഷം ഈ വർഷം അവരെ എല്ലാവരും കൂടെ ഈ പ്രാവശ്യം ബർത്ത്ഡേയും വേണ്ട കേക്കും വേണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞായിരുന്നു അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചായിരുന്നു ദൈവമായിട്ട് നമ്മളിവിടെ കൊണ്ടുവന്നു. ഞാനും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇന്നത്തെ ദിവസം പോലും ഓർത്തില്ല, സത്യം പറഞ്ഞു. എന്തായാലും ഇഷ്ടപ്പെട്ടില്ലേ? ഇതൊക്കെയാണ് സർപ്രൈസ് കേട്ടോ. ഞങ്ങളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുന്നുള്ളൂ. കാശ് മുടക്കിയിട്ടില്ല. നിധി ഇളക്കിയിട്ട് എന്നാലും ഒത്തിരി സന്തോഷമായി, ഭയങ്കര സന്തോഷമായി കേട്ടോ. മനസ്സ് നിറഞ്ഞു സത്യം പറഞ്ഞ. ഇനി ഒരുപാട് വർഷം എന്റെ ചേട്ടായി ആയുസ്സോടെ ഇങ്ങനെ ജീവിച്ചിരിക്കട്ടെ, നമുക്ക് കൂടെ അല്ലേ താങ്ങുന്ന. രണ്ടുപേരും നല്ല സന്തോഷമായിട്ട് ഇനി എത്രയോ വർഷങ്ങൾ ജീവിക്കട്ടെ. നമ്മളും അതേപോലെ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അത് ഇനിയും പല വർഷങ്ങൾ ഇതേപോലെ നിങ്ങളുടെ കൂടെ തന്നെ നമുക്കും ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് നമ്മളും ആഗ്രഹിക്കുന്നു. എപ്പോഴും പറ്റിയില്ലെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ ഇതുപോലെ യാദൃശ്ചികമായിട്ടൊക്കെ. പറ്റിയില്ലെങ്കിൽ എല്ലാ വർഷവും പറ്റിയില്ലെങ്കിലും എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരുപോലെ. അതെ, മോളുടെ ബർത്ത്ഡേക്കാണ് നമ്മൾ ഫസ്റ്റ് ഇവരെ കാണുന്നത്. ബർത്ത്ഡേക്ക് നമ്മുടെ വീട്ടിലേക്ക് ഓടി വന്നത് അല്ലേ? ഓർക്കാപ്പുറത്ത് അന്ന് കൊടുത്തത് കഞ്ഞിയും ചുട്ട പപ്പടവും. അന്ന് പറ്റിച്ചതാണ്, എന്നാലും കുഴപ്പമില്ല. നമ്മളത് വല്ലാതെ കഴിച്ചു. ഇല്ല, കഞ്ഞി ഭയങ്കര ഇഷ്ടമുള്ള സാധനം, കഞ്ഞിയും പയറും ചമ്മന്തിയൊക്കെ. ഇല്ലില്ല, ഒന്നും കഴിച്ചില്ല. അപ്പം അങ്ങനെ ഒരു ബർത്ത്ഡേ മോളിലെ നമ്മുടെ വീട്ടിൽ ആഘോഷിച്ചു. ഇപ്പം വേണ്ട എന്റെ ആങ്ങളാടെ വീട്ടിൽ വെച്ച് എന്റെ ചേട്ടായുടെ ആഘോഷിച്ചു. ഒത്തിരി സന്തോഷം. ദൈവം കൊടുക്കുന്ന ഒരു ഇതാണ്, നമ്മള് കൊടുത്ത കൊലത്ത് കിട്ടുമെന്ന് പറഞ്ഞു. അതെ അതെ, പ്രതീക്ഷിക്കാതെയുള്ള സംഭവങ്ങള്. അത് മുഴത്തോടെ കഴിച്ചപ്പോ വിളിച്ചില്ലെന്ന് വിചാരിക്കരുത്. നേരത്തെ ഇതുകൊണ്ട് മറന്നു പോയിരിക്കും എല്ലാവർക്കും കേട്ടോ, എല്ലാവർക്കും. നല്ല ക്വാളിറ്റി കേക്കാണ്. നല്ല അടിപൊളി ടേസ്റ്റും നല്ല അടിപൊളി കേക്ക്. അത് മൊത്തം തിന്നിട്ട് രണ്ടുപേരും കിടന്ന് ഉറങ്ങാൻ വേണ്ടി പാടുള്ളൂ. ഞാനേ ഇപ്പം ഞാൻ ഉടുപ്പൊക്കെ ഊരിട്ടിട്ട് കിടന്നു. അപ്പൊ സിന്ധു പറഞ്ഞു താഴെ ഒന്നും കൂടെ അറിയിപ്പോ പറയാല്ലേ. ഞാൻ കിടക്കാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു നാളെ പോവതേടേ ചെന്ന് എല്ലാവരോടും ഒന്ന് പറയുകയൊക്കെ ചെയ്യേ എന്നും പറഞ്ഞ് ഇറക്കി വിട്ടതാ. അല്ല, ഞങ്ങള് വിളിച്ചു വരുത്തിയേനെ. നമ്മള് 12 മണിക്ക് ശേഷം കറക്റ്റായിട്ട് വിളിക്കാനാന്ന് വിചാരിച്ചത്. അപ്പോഴേക്കും എന്തായാലും ഉറങ്ങും. 7 മണിക്ക് രാവിലെ പോകാനൊരു ജാഗ്യാരം തന്നു. സന്തോഷം കൊണ്ടൊന്നും അല്ല കേട്ടോ, ഇഷ്ടം കൊണ്ടൊന്നും അല്ല. അടുത്ത മാസം 40 ദിവസത്തിനുള്ളിൽ വന്നില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കണം. എത്ര ദിവസം നിൽക്കാവോ അത്രയും ദിവസം നിൽക്കാൻ നിന്നാലും അവരുടെ സന്തോഷം എന്താണെന്ന് പറയാൻ പറ്റിയില്ല. അപ്പൊ നമ്മളെ കൊണ്ടു നടക്കാനും നമ്മളെ നോക്കാനും ഒക്കെ കരങ്ങൾക്ക് ഇനി ശക്തി ഉണ്ടാകട്ടെ എന്ന്. ഈ ബാക്കി കഴിച്ചു. ദൈവമേ, അപ്പൊ ഞാൻ പട്ടം കുറയ്ക്കാൻ നോക്കുന്നു. പക്ഷെ ഇതെന്താ കേക്ക് കഴിച്ചെന്ന് പറഞ്ഞേ നല്ല കേട്ടോ അല്ലേ? ഒരാള് ഞങ്ങളെ പുറത്ത് കൊണ്ടോ കേട്ടോ. എന്നിട്ട് ഫുഡൊന്നും അങ്ങനെ ഇങ്ങനെ മേടിച്ച് അധികം കണ്ടവാനൊന്നും പുറത്തെ ഫുഡൊന്നും ഞങ്ങളെ കഴിക്കുന്നില്ല. ഞങ്ങൾക്കെല്ലാം മേടിച്ചു തരും. മേടിച്ചു ഞാനും കൊച്ചുമൊക്കെ എന്റെ പരിപാടി. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ കേക്ക് കൊടുക്കും. കൊച്ചു കേക്ക് അവിടെ വാങ്ങും. അയ്യോ മതി. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷമായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് എനിക്കറിയാം കേട്ടോ അല്ലേ? അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നൊക്കെ ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമന്റ് ചെയ്യാൻ മറക്കരുത്. വൈകിട്ട് കേക്ക് മുറിച്ച് ആഘോഷിച്ച് ഇന്നിപ്പോ രാവിലെ ലഡു കൊണ്ട കൊടുക്കുന്നു. എന്റെ ദൈവമേ മതി. ഓക്കെ, മതി, സൂപ്പർ. ഓ, ഇത് അടിപൊളി ലഡു ഉണ്ടോ? അടിപൊളിയാണ്. കൊച്ചിന് കൊടുക്ക, കൊച്ചിന് കൊടുക്ക, കൊച്ചിന് കൊടുത്തരേ. വേണ്ട വേണ്ട,
നിങ്ങളെല്ലാരും കണ്ട എന്തായിരുന്നു സർപ്രൈസ്? സത്യം പറയാലോ, സിന്ധമ്മ ഒരു ദിവസം നിൽക്കുന്നത് സിന്ധമ്മ 25-ാം തീയതി കഴിഞ്ഞു, 26-ാം തീയതി കഴിഞ്ഞു, ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ ഞാൻ അറിയാണ്ട് എന്റെ വായിന്ന് വന്നു പോയി, മോളെ പപ്പാടെ ബർത്ത്ഡേ 25-ാം തീയതി. ആണോ, എന്നാ 25-ാം തീയതി കഴിഞ്ഞ് പോയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, സിന്ധുവേ നമുക്ക് പപ്പ അറിയണ്ട, നമുക്കൊരു കേക്കൊക്കെ മേടിക്കാം, പപ്പ അവരോട് മിണ്ടരുത്, അറിയരുത്, പപ്പ കടന്ന് ഉറങ്ങിക്കോട്ടെ, രാത്രി 12 മണിക്ക് നമുക്ക് എണീറ്റ് വിളിച്ച് കട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ശരി, കുഞ്ഞു കേക്കേ മേടിക്കുള്ളൂ. അതിനനുസരിച്ച് അവിടെ ആരും അങ്ങനെ മധുരം കഴിക്കത്തില്ല, കൊച്ചുപോലും മധുരം ഉപയോഗിക്കില്ല. അപ്പം ചായ കുടിക്കും, മധുരം മനസ്സിലാക്കി. അപ്പൊ ഞാൻ പറഞ്ഞു കുഞ്ഞിനെ മേടിപ്പിക്കാവുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞു. ഒരു ലഡുവോ പീസോ ജിലേബിയോ ഒന്നും കഴിക്കില്ല. എന്നിട്ട് കേക്ക്, ലഡു, അത് പോരാണ്ട് ചേട്ടാക്ക് നല്ല അടിപൊളി ഗിഫ്റ്റ്. എനിക്ക് നിങ്ങൾ കണ്ടില്ലേ? അതായത് നിങ്ങൾ കണ്ടതിന് ഒരു ഡ്രസ്സേ ഉള്ളൂ, അതല്ലാതെ കടയിൽ എന്നാ ഇടുന്നേ ചോദിച്ചു. അപ്പൊ നിങ്ങളുടെ ഷർട്ടല്ലേ ടീഷർട്ടാ ഇടുന്നതെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ഇത് ചോദിക്കുന്നത് എന്നാന്ന് എനിക്കറിയാം. ഞാൻ പിന്നെ ഒരു വീഡിയോക്കകത്ത് നെക്സ്റ്റ് വീഡിയോക്കകത്ത് ഞാൻ കാണിച്ചോളാം. അപ്പം അങ്ങനെ ഗിഫ്റ്റുകളും എല്ലാം മേടിച്ച് ഭയങ്കരമായിട്ട് സർപ്രൈസ് ആക്കി. ഞങ്ങളിങ്ങോട്ട് പോരുന്നതിൻ്റെ ഇതല്ലേ, അപ്പം നേരത്തെ തന്നെ കിടന്നേക്കാന്ന് പറഞ്ഞ് ചേട്ടായി ഫുഡ് കഴിച്ചാൽ ഉണ്ടെങ്കിൽ ചേട്ടായി കിടക്കുള്ളൂ. ഇവിടെ അത് തന്നെ പരിപാടി. അവിടെ പിന്നെ ഇച്ചിരി നേരം ഇത് നോക്കാൻ മതി, എന്നിട്ട് പോയി കിടക്കും. പോയി കിടന്ന് ആളുകൾ എങ്ങനെയാ സിന്ധുവെ വിളിച്ചോണ്ട് വരുന്നത്? 12 മണിയാകുമ്പോൾ പപ്പ നല്ല ഉറക്കം, ഇനി ദേഷ്യപ്പെട്ടെങ്കിലോ എന്ന് പറഞ്ഞോണ്ട് ഇനി ഞങ്ങൾ നേരത്തെ തന്നെ കട്ട് ചെയ്തതാണ് കേട്ടോ. ഇനി ഇതാക്കണ്ടെന്ന് കരുതിക്കൊണ്ട് പോയി കിടന്ന മനുഷ്യനാ. പിന്നെ കൊച്ചു പോയി വിളിച്ച് വിറക്കി കൊണ്ടുവന്ന് കേക്കൊക്കെ മുറിപ്പിച്ചു. ഒത്തിരി സന്തോഷം കൃഷ്ണൻകുട്ട, ഒത്തിരി സന്തോഷം ദൈവമേ. അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് സ്കൂൾ തുറക്കുമല്ലോ, ഇപ്പം സ്കൂൾ തുറക്കും. അപ്പം ഈ സ്കൂൾ തുറക്കുന്നവരെ ഞങ്ങൾ അവിടെ നിന്ന് അതിനൊരു അതാണ് അവൾ ഉദ്ദേശിച്ചത്. സ്കൂൾ തുറക്കും, എനിക്കിപ്പോൾ സ്കൂൾ തുറക്കും, എനിക്ക് സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ അങ്ങനെ എങ്ങനെയാണ് എനിക്ക് സ്കൂൾ തുറക്കും എന്നാണ് പറയുന്നത്. സ്കൂൾ തുറന്നു കഴിഞ്ഞാട്ടുണ്ട് കൊച്ചിന് പഠിത്തവും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോ 9ാം ക്ലാസ്സിലേക്കാണ്, നന്നായിട്ട് പഠിക്കാനുണ്ടോ? 9, 10 ഒക്കെ നന്നായിട്ട് പഠിത്തം ഉണ്ടല്ലോ, നന്നായിട്ട് പഠിക്കും കേട്ടോ, ഒരു കുഴപ്പമില്ല. പഠിത്തത്തിന്റെ കാര്യത്തിലൊക്കെ ഓക്കെയാണ്, എല്ലാ കാര്യത്തിലും നല്ല കുഞ്ഞാണ് കേട്ടോ. അപ്പൊ നമുക്കും കുറെ സന്തോഷങ്ങളും വേറെ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെയും വെള്ളപ്പൊക്കവും ഇടിയും മഴയാണെന്ന് പറഞ്ഞാൽ പോലും നമ്മള് അതെല്ലാം മറന്നു, ഇവിടുത്തെ കാര്യങ്ങൾ മാത്രം നോക്കി. ഇവിടെ പിന്നെ കോഴിക്കൊക്കെ തീറ്റ കൊടുക്കാനൊക്കെ നമ്മൾ എന്റെ പെങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അത് പിന്നെ നോക്കേണ്ട കാര്യമില്ല, ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല, തൊട്ടടുത്തില്ല പെങ്ങള്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഇല്ലായിരുന്നു. പിന്നെ പോയിട്ട് മൊത്തം അവിടെയായിരുന്നു ഞങ്ങളുടെ ജീവിതം എല്ലാം. എന്നാ പറഞ്ഞത്, പുറത്തോടെ പോയ വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പം എന്നാണേലും ഭയങ്കര സന്തോഷമുള്ള വീഡിയോ ആയിരുന്നു ഞങ്ങൾക്ക്, നിങ്ങൾക്കും അതെന്ന് എനിക്കറിയാം. നമ്മളെ സ്നേഹിക്കുന്നവർക്ക് എല്ലാവർക്കും സന്തോഷം ഉണ്ടാകും, സ്നേഹിക്കുന്നവർക്കെല്ലാം സന്തോഷമാണ്. പിന്നെ വേറൊരു കാര്യം പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ചേട്ടായുടെ ബർത്ത്ഡേക്ക് നേരത്തെ തന്നെ ഒരു 2 ആഴ്ച മുമ്പ് തന്നെ, 2 ആഴ്ച അല്ല അതിൽ കൂടുതലായിട്ടേ ഉള്ളൂ, നമ്മുടെ ഒരു ചേച്ചിക്കുട്ടി ചേട്ടായിക്ക് വലിയൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഗിഫ്റ്റ് കാണിക്കാൻ പറ്റിയില്ല. ഇപ്പൊ മഴയുടെ ഒരു പ്രശ്നം കാരണമാണ് ആ ഗിഫ്റ്റ് നിങ്ങളെ കാണിക്കാൻ പറ്റാത്തത്. അപ്പൊ എന്തായാലും അതൊക്കെ വഴിയേ വരുന്നതായിരിക്കും. അപ്പൊ ചേച്ചിയോട് ഒത്തിരി താങ്ക്സ് കേട്ടോ, ഒത്തിരി നന്ദി. ചേച്ചിയുടെ ഇത് കാണുമ്പോൾ നല്ല ചുട്ടടിയായിരുന്നു എനിക്കറിയാം, ഇവിടെ ഉണ്ടെങ്കിൽ വന്നടിക്കുന്നത് എനിക്കറിയാം. കാരണം താങ്ക്സും നന്ദിയൊന്നും പറയണ്ട, അങ്ങനെ അതാണ് ചേച്ചിയുടെ ചേച്ചി അത് ചെയ്യണമെന്ന് പറഞ്ഞത്. പക്ഷെ നമുക്കത് സാധിച്ചില്ല, കാരണം നമ്മൾ അറിയാണ്ട് ചേട്ടായുടെ ബർത്ത്ഡേക്ക് മുമ്പായിട്ട് സിന്ധു അത് ചെയ്യണമെന്ന് അങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം എന്ന് വെച്ചാൽ പെട്ടെന്നുള്ള മഴ, ഈ കാലവർഷമല്ല അതിന് മുമ്പേ മറ്റേ ഈ ഇതൊക്കെ പിന്നെ ചക്രവാളച്ചൂടിയും അങ്ങനെയൊക്കെ വന്നപ്പോൾ ഭയങ്കര മഴ വന്നതുകൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ വരത്തില്ല. ലാസ്റ്റ് ചേച്ചി തന്നാന്ന് ചേട്ടായി അറിഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ സർപ്രൈസ് നമുക്ക് ബർത്ത്ഡേക്ക് കൊടുക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ പറ്റിയില്ല. പക്ഷെ നമ്മളത് മഴ മാറുവാണെങ്കിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ വലിയൊരു വമ്പൻ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇന്ന് കുറച്ച് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അടിച്ചു പൊളി സന്തോഷമായിട്ട് കേക്ക് വേണ്ട, ബർത്ത്ഡേ വേണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് വേണ്ട കാര്യമുണ്ട് കേട്ടോ. ഇപ്പം അവിടെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ അതുപോലെ നമ്മുടെ കൈവെള്ളം കൊണ്ട് കിടക്കുമ്പോൾ നമുക്കത് വേണ്ടെന്ന് പറയാൻ പറ്റില്ല. ഞാൻ അറിയാതെ ചെയ്ത പരിപാടിയാണ്. ഞാൻ അറിഞ്ഞിരുന്നേ ഞാൻ പറയും വേണ്ടായിരുന്നു കേട്ടോ, ഇത് വേണ്ട, നമുക്ക് വേണ്ട, നമുക്ക് വേണ്ട. നമുക്ക് അതുപോലെ ഷർട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര ഷർട്ടൊക്കെ ഞാൻ ഇട്ടിട്ടില്ലാത്ത ഷർട്ടായിരുന്നു കേട്ടോ. അതുപോലെയുള്ള വില കൂടിയ ഷർട്ടുകളും ബനിയനുകളും നല്ല ഗിഫ്റ്റ് എന്നാണേലും അതൊക്കെ ഒന്ന് ഞാൻ ഇട്ട് എന്റെ പിന്നെ പൂത്തനച്ചാരി മറ്റേ ഇതിനെ വെട്ടമെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മളെ കിട്ടിയത് കൊണ്ട് പുള്ളിക്കും കിട്ടില്ല. അപ്പൊ എന്തായാലും ഒന്നും ഞാൻ ഇപ്രാവശ്യം നേരത്തെ വിളിച്ചപ്പോ പറഞ്ഞു
ഒരു സാധനം കാരണം ഉണ്ടല്ലോ 2-3 സാരി 2-3 ചുരിദാർ അതും ഇതും എല്ലാം കഴിഞ്ഞ പ്രാവശ്യം 2 പ്രാവശ്യം പോയപ്പോഴും അതെ ഒത്തിരി പൈസ ചിലവാക്കി അതും ഇതുവരെ മേടിച്ചു. ഞാൻ പറഞ്ഞു ഈ പ്രാവശ്യം എന്തായാലും മേടിച്ചു വെച്ചാൽ ഞങ്ങൾ വരത്തില്ല, ഉറപ്പായിട്ട് പത്തിരുന്ന് മേടിച്ചു അങ്ങനെ പറഞ്ഞാ പോയതൊക്കെ. പക്ഷേ ഈ ബർത്ത്ഡേ കാര്യം പറഞ്ഞ് ഇങ്ങനെ ആയിപ്പോയി. ഇനിയിപ്പോ എന്തെങ്കിലും ആവട്ടെ. വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഇങ്ങനത്തെ സാഹചര്യം കൂടെ ആയതുകൊണ്ടാണ് കേട്ടോ. അല്ലേ നമ്മളെ ഒരുപാട് സ്ഥലത്ത് പുള്ളി കൊണ്ടുപോയി, ഒരുപാട് സ്ഥലത്ത് അടുത്ത് തന്നെ ലുലുവൊക്കെ വന്നിട്ടുണ്ട്, അവിടെയൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഭയങ്കര മഴ, പിന്നെ എനിക്കാണെങ്കിലും ഒത്തിരി അങ്ങ് കഴിക്കാനും കാലുവേനെ. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്കുള്ള സമയത്ത് പെരക്കാതിരിക്കാതെ. പക്ഷെ കുറച്ച് സ്ഥലത്തെല്ലാം കൊണ്ടുപോയി വെറൈറ്റി ഫുഡുകളൊക്കെ മേടിച്ചു തന്നിട്ടുണ്ട്. അതിലേക്ക് വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ. വെറൈറ്റി ഫുഡുകൾ. പിന്നെ ഈ പറയണ്ട, വേറൊന്നും പറയണ്ട, അതൊക്കെ നെക്സ്റ്റ് വീഡിയോയില് ചേട്ടായി പറയാതെ ചാടി കയറി. അതൊക്കെ നെക്സ്റ്റ് വീഡിയോയ്ക്ക് അത് വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ഇടണം. അതെ, എന്താണെങ്കിലും കമന്റ് ഇടണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. അപ്പം നിങ്ങളുടെ അഭിപ്രായം പറയണം, പിന്നെ കമന്റ് ഇടണം, പിന്നെ ബെല്ലൈക്കൺ തിരിച്ച് പൊട്ടിക്കണം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം, അടുത്തുള്ളവർ ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരും ഞങ്ങളെ ഇത്രയും കാലം ചേർത്ത് പിടിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഗുഡ് ബൈ.